ദുരന്തമുഖമായ വെള്ളപ്പൊക്കത്തിൽ മധ്യ ടെക്സാസിൽ 104 പേർ മരിച്ചു. ഇതിനെ തുടർന്ന് പുതിയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 104 കടന്നതായും കടുത്ത നാശനഷ്ടങ്ങളുണ്ടായ ടെക്സാസിലെ മധ്യഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തകർ തിങ്കളാഴ്ചയും തങ്ങളുടെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കനത്ത മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ പുതിയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൗണ്ടി തിരിച്ചുള്ള മരണസംഖ്യ പരിശോധിക്കുമ്പോൾ കെയർ കൗണ്ടിയിൽ മാത്രം 84 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ 56 മുതിർന്നവരും 28 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഈ മരണങ്ങളിൽ 22 മുതിർന്നവരുടെയും 10 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കേൻഡൽ കൗണ്ടിയിൽ 6 മരണങ്ങളും, ബർണറ്റ് കൗണ്ടിയിൽ 4 മരണങ്ങളും, വില്യംസ് കൗണ്ടിയിൽ 2 മരണങ്ങളും, ടോം ക്രീൻ കൗണ്ടിയിൽ 1 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 4-ന് കനത്ത മഴയിൽ ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയ കെയർ കൗണ്ടിയാണ് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശമായി കണക്കാക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ നദിയിലെ ജലനിരപ്പ് 20 അടിയിലധികം ഉയർന്നു എന്നത് സ്ഥിതിയുടെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കെയർ കൗണ്ടിയിലെ ഒരു ജനപ്രിയ ഓൾ ഗേൾസ് സമ്മർ ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അവിടെ നിന്ന് 27 കുട്ടികളും കൗൺസിലർമാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. കെയർ കൗണ്ടി ഷെരീഫ് ലാറി ലീദ തിങ്കളാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ 10 കുട്ടികളെയും 1 കൗൺസിലറെയും ഇപ്പോഴും കാണാതായി എന്ന് അറിയിച്ചു. ടെക്സാസ് സെനറ്റർ ടെഡ് ക്രൂസ് ഈ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ടെക്സാസ് ഇപ്പോൾ ദുഃഖത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംഭവിച്ചതിന്റെ വേദനയും ഞെട്ടലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഹൃദയം തകർത്തു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്യാമ്പ് മിസ്റ്റിക്കിലെ കുട്ടികളുടെ നഷ്ടത്തിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഇത് ഓരോ മാതാപിതാക്കളുടെയും പേടി സ്വപ്നമാണ് എന്നും ക്രൂസ് എടുത്തു പറഞ്ഞു. ക്യാമ്പിൽ ഏകദേശം 700 കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്താണ് ജൂലൈ 5-ന് വെള്ളിയാഴ്ച കനത്ത മഴയെ തുടർന്ന് അടുത്തുള്ള ഗ്വാഡലൂപ്പ് നദി 1 മണിക്കൂറിനുള്ളിൽ 26 അടിയിലധികം ഉയർന്ന് കുതിച്ചൊഴുകിയത്. ചില കുട്ടികൾ ഉറങ്ങിയിരുന്ന കെട്ടിടത്തിന്റെ ജനലുകൾ തകരുകയും ഒരു ഭിത്തി ഇടിഞ്ഞു പോവുകയും ചെയ്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചെളി നിറഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ പിങ്ക് നിറത്തിലുള്ള പുതപ്പുകളും മൃദുവസ്തുക്കളും കണ്ടെത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ കരയിലും വെള്ളത്തിലും ആകാശമാർഗവും കാണാതായവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. മധ്യ ടെക്സാസിലുള്ളവർക്ക് ജീവൻ അപകടത്തിലാക്കുന്ന വെള്ളപ്പൊക്ക സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുന്നിൻ പ്രദേശങ്ങളിൽ ഒന്നിലധികം ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പുകൾ സജീവമാണ്. കാരണം കൊടുങ്കാറ്റുകൾ ഈ മേഖലയിൽ വ്യാപകമായതിനാൽ റോഡുകളും ജലാശയങ്ങളും നിറഞ്ഞു കവിയുകയാണ്. മധ്യ ടെക്സാസിൽ ശക്തമായതും സംവിധാനം നീങ്ങുന്നതുമായ കൊടുങ്കാറ്റുകളാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുന്നത്. നാഷണൽ വെതർ സർവീസിലെ കാലാവസ്ഥാ നിരീക്ഷകർ ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയും ദിവസത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതായും അറിയിച്ചു. ആഴ്ചയുടെ മധ്യം മുതൽ അവസാനം വരെ വരണ്ട കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെടുന്നത്. വെള്ളപ്പൊക്കം ആരംഭിച്ചത് മുതൽ 850-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് സെനറ്റർ ക്രൂസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ടെക്സാസ് സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായി ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കെയർ കൗണ്ടിയിൽ അദ്ദേഹം ഒരു വലിയ ദുരന്ത പ്രഖ്യാപനം ഒപ്പുവെച്ചു. ഇത് ആദ്യ പ്രതികരണക്കാർക്ക് ഫെഡറൽ ഫണ്ടിങ്ങും ഹെമയുടെ സഹായവും നൽകും. നാഷണൽ വെതർ സർവീസ് അനുസരിച്ച് ഹിൽ കൺട്രിയിലും I-35 ഇടനാഴിയിലും ഉണ്ടായിരുന്ന വെള്ളപ്പൊക്ക നിരീക്ഷണം തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് അവസാനിപ്പിച്ചു. എന്നിരുന്നാലും നദീതീരങ്ങളിലെ വെള്ളപ്പൊക്ക നിരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും നീട്ടിയിട്ടുണ്ട്. ചില ഉപദേശങ്ങൾ വ്യാഴാഴ്ച വരെ നിലനിൽക്കും. തിങ്കളാഴ്ച രാത്രിയിലും പുലർച്ചെ I-35 ഇടനാഴിക്ക് കിഴക്കായി ഒറ്റപ്പെട്ട ചില മഴ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയും പ്രാദേശികമായി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ പ്രധാനമായും I-35 ഇടനാഴിയുടെ കിഴക്ക് ഭാഗത്താണ് ഇത് പ്രതീക്ഷിക്കുന്നത്. സാൻ ആന്റോണിയോയിലെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പ്രവചന ചർച്ചയിൽ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള വളരെ ഉയർന്ന മഴനിരക്കിനെ അന്തരീക്ഷം പിന്തുണയ്ക്കാൻ സാധ്യതയില്ലെങ്കിലും ഈ തീരദേശ മഴ ഉയർന്ന ജലനിരപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കുറഞ്ഞ മഴയാണ് പ്രവചിക്കുന്നതെങ്കിലും തിങ്കളാഴ്ച രാത്രി വരെ അപകടകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അക്യുവെദർ മുന്നറിയിപ്പ് നൽകിയത്. ബുധനാഴ്ച വരെ നമുക്ക് ഒരു ആശങ്കയുണ്ട്. മധ്യകിഴക്കൻ ടെക്സാസിന്റെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലുകളുടെ അധിക കൂട്ടങ്ങൾ ഉണ്ടാകാം എന്നാണ് അക്യുവെദർ ചീഫ് ഓൺ എയർ കാലാവസ്ഥാ നിരീക്ഷകൻ ബെർണി റെയ്നോ അറിയിച്ചത്. ടെക്സാസിലെ 20-ലധികം സംസ്ഥാന ഏജൻസികൾ നിലവിൽ വെള്ളപ്പൊക്ക ഭീഷണികളെ നേരിടാൻ രംഗത്തുണ്ടെന്ന് ഗവർണർ ഗ്രേഗ് ആബട്ട് തിങ്കളാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു.
രക്ഷാപ്രവർത്തനങ്ങൾക്കായി 1750-ലധികം ഉദ്യോഗസ്ഥരെയും 975-ലധികം വാഹനങ്ങളും ഉപകരണങ്ങളും രക്ഷാ ബോട്ട് ടീമുകളും ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ സംസ്ഥാനം വിന്യസിച്ചിട്ടുണ്ട്. മധ്യ ടെക്സാസ്, ബിഗ് കൺട്രി, കോഞ്ചോ വാലി തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വലിയ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ നിരീക്ഷിക്കാൻ ആബട്ട് താമസക്കാരോട് അഭ്യർത്ഥിച്ചു. ടെക്സാസിലെ ജനങ്ങൾ കാലാവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാനും പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും കാലാവസ്ഥാ പ്രവചനങ്ങൾ പതിവായി നിരീക്ഷിക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട്. കാണാതായ എല്ലാ വ്യക്തികളെയും കണ്ടെത്തുകയും ഈ ദുരന്തത്തിൽ നിന്ന് ഓരോ ടെക്സാസുകാരനും കരകയറുകയും ചെയ്യുന്നതുവരെ ടെക്സാസ് ഇടപെടൽ തുടരും. ഓസ്റ്റിൻ പെറ്റ്സ് അലൈവ് എന്ന ലാഭരഹിത വളർത്തുമൃഗ സംരക്ഷണ കേന്ദ്രം 230-ലധികം മൃഗങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനമായും വെള്ളപ്പൊക്കത്തിൽ ബാധിക്കപ്പെട്ട ഷെൽട്ടറുകളിൽ നിന്നാണ് ഇവയെ എത്തിച്ചത്. കെർവില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ ശ്രമങ്ങളിലും പങ്കെടുക്കുന്ന ഷെൽട്ടറിന്റെ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മാനേജർ ലിൻസെ നഷ്ടത്തിന്റെ വ്യാപ്തി അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുൻകൂട്ടി കാണാൻ കഴിയുമെന്ന് തിങ്കളാഴ്ച US ടുഡേയോട് പറഞ്ഞിരുന്നു. ഇത് വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. കാണാതായ മനുഷ്യരെയും മരണങ്ങളെയും നമ്മൾ കാണുന്നത് പോലെ ഈ സംഖ്യകൾ നമ്മൾ തിരിച്ചറിയുന്നതിലും വളരെ കൂടുതലായിരിക്കും. നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത മൃഗങ്ങളിൽ 80 മുതൽ 90% ഉടമകളും കാണാതായവരോ മരിച്ചവരോ ആണ്. വെള്ളം ഇറങ്ങിയതിനു ശേഷവും ഹിൽ കൺട്രിയിലെ മൃഗസംഘടനകൾക്ക് സഹായം ആവശ്യമായി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്തകൾ മാറിയതിനു ശേഷവും ഞങ്ങൾ അടുത്ത മാസങ്ങളോളം ഇതിൽ പ്രവർത്തിക്കേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതീക്ഷയോടെ അവർ ഞങ്ങളെ ഓർക്കുകയും ആ സംഭാവനകൾ അയക്കുകയും ചെയ്യും, കാരണം അത് ഭാവിയിൽ ആവശ്യമായി വരും. മെക്സിക്കൻ അതിർത്തി നഗരമായ അക്യൂണയിൽ നിന്നുള്ള സന്നദ്ധ അഗ്നിശമന സേനാംഗങ്ങൾ കെർവില്ലെ പ്രദേശത്ത് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. 100 കണക്കിന് അടിയന്തര ഉദ്യോഗസ്ഥർ അവശിഷ്ടങ്ങൾ, ചെളി, മറ്റ് വെല്ലുവിളികൾ എന്നിവയെല്ലാം നേരിട്ട് രാപ്പകലില്ലാതെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. അക്യൂണയിലെ ഒരു സംരക്ഷണ സേവന സർക്കാർ ഏജൻസി അനുസരിച്ച് ഫൗണ്ടേഷൻ 911 എന്ന ലാഭരഹിത സംഘടനയുമായി സഹകരിച്ചാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ ടീം കെർവില്ലയിലെ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഘം പ്രദേശത്തെത്തിയത്. ടെക്സാസിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ 45 അംഗ തിരച്ചിൽ രക്ഷാസംഘത്തെ അയക്കുന്നതായി നെബ്രാസ്ക ഗവർണർ ജിം പില്ലൻ തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. ഈ സംഘത്തിൽ 2 നായ ടീമുകളും ബോട്ടുകളും വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഫ്ലോറിഡ ഗവർണർ റോൺ തന്റെ സംസ്ഥാന എമർജൻസി മാനേജ്മെന്റ് അസിസ്റ്റന്റ് കോമ്പാക്ട് 3 അതിവേഗ ജലരക്ഷാ സംഘങ്ങളെ പ്രതികരണത്തിനും വീണ്ടെടുക്കലിനും സഹായിക്കാൻ വിന്യസിക്കുമെന്ന് പറഞ്ഞിരുന്നു. ലൂസിയാന ഗവർണർ ജെഫ് 14 സംസ്ഥാന അതിവേഗ ജലരക്ഷാ ഉദ്യോഗസ്ഥരെ സഹായ പ്രവർത്തനങ്ങൾക്കായി അയച്ചു. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ടെക്സാസിലേക്ക് തിരച്ചിൽ രക്ഷാസംഘങ്ങളെ വിന്യസിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. 11-ൽ 9 ആക്രമണങ്ങൾ, കത്രീന ചുഴലിക്കാറ്റ്, കാലിഫോർണിയയിലെ പാരഡൈസിലെ ക്യാമ്പ് ഫയർ എന്നിവയുൾപ്പെടെയുള്ള വലിയ ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ ടീമുകൾക്ക് വലിയ അനുഭവ സമ്പത്തുണ്ടെന്ന് ഗവർണർ അറിയിച്ചു. ടെക്സാസിലെ കനത്ത വെള്ളപ്പൊക്കത്തിന് ഏകദേശം 1 ദശാബ്ദം മുൻപ് സമ്മർ ക്യാമ്പ് നടന്ന കൗണ്ടിക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി $1 മില്യൺ ഗ്രാന്റ് അനുവദിക്കാനുള്ള ആവശ്യം സംസ്ഥാനത്തിന്റെ ഡിവിഷൻ ഓഫ് എമർജൻസി മാനേജ്മെന്റ് നിഷേധിച്ചിരുന്നു. സമ്മർ ക്യാമ്പുകൾ കൗണ്ടി നേതാക്കളുടെ പദ്ധതി ചർച്ചകളിൽ പ്രധാന വിഷയമായിരുന്നു. അന്നത്തെ കൗണ്ടി കമ്മീഷണർ ടോം മോസർ ഓരോ ക്യാമ്പിലും ഒരു വെബ്സൈറ്റ് നിരീക്ഷിക്കുകയും ഒഴിപ്പിക്കൽ ആവശ്യമെങ്കിൽ ക്യാമ്പ് കൗൺസിലർമാർക്കും പങ്കെടുക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന പോയിന്റ് പേഴ്സണലുകളെ നിയോഗിക്കാൻ വിഭാവനം ചെയ്തിരുന്നു. കെർ കൗണ്ടിയുടെ 2017-ലെ അപേക്ഷ ടെക്സാസ് ഡിവിഷൻ ഓഫ് എമർജൻസി മാനേജ്മെന്റ് നിഷേധിച്ചതായി മീറ്റിംഗ് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. ഹാർവി ചുഴലിക്കാറ്റിന് ശേഷം കൂടുതൽ ഫെഡറൽ ഫണ്ടിംഗ് ലഭ്യമായപ്പോൾ കെർ കൗണ്ടി 2018-ൽ വീണ്ടും അപേക്ഷിച്ചു. എന്നാൽ ടെക്സാസിലെ അടിയന്തര അതോറിറ്റി ഇത് വീണ്ടും അംഗീകരിച്ചില്ലെന്ന് മീറ്റിംഗ് മിനിറ്റ്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ഏറ്റവും ദുരന്തകരമായ കാര്യങ്ങളിലൊന്ന് ഇത് ഒരു അറിയപ്പെടുന്ന അപകട സാധ്യതയായിരുന്നു എന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഡാറ്റ പ്രൊവൈഡറായ ഫസ്റ്റ് സ്ട്രീറ്റിന്റെ കാലാവസ്ഥാ പ്രത്യാഘാത വിഭാഗം മേധാവി ജെറമി പോർട്ടർ USA ടുഡേയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു, ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി വ്യക്തമാക്കിയ സ്പെഷ്യൽ ഫ്ലഡ് ഹഡാഡ് ഏരിയയുടെ അരികിലായിരുന്നു ക്യാമ്പ് മിസ്റ്റിക് എന്നും പോർട്ടർ ചൂണ്ടിക്കാട്ടി. എന്നാൽ അപകട സാധ്യതകൾ അറിഞ്ഞിട്ടും അമേരിക്കൻ വീടുടമകളെ സംരക്ഷിക്കാൻ ഇത് മതിയാവില്ല. ക്യാമ്പ് മിസ്റ്റിക് സ്ഥിതി ചെയ്യുന്ന കെർ കൗണ്ടിയിൽ ഫെമയുടെ അപകട സാധ്യതയുള്ള പ്രദേശത്ത് 2650 പ്രോപ്പർട്ടികൾ മാത്രമേയുള്ളൂ. വെള്ളപ്പൊക്ക ഇൻഷുറൻസ് നിർബന്ധമാണ്. ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ കവർ ചെയ്യുന്നില്ല. ഫസ്റ്റ് സ്ട്രീറ്റിന്റെ സ്വന്തം മോഡലുകൾ പ്രകാരം കൗണ്ടിയിൽ 100 വർഷത്തെ അപകട സാധ്യതയുള്ള 4592 പ്രോപ്പർട്ടികളുണ്ട്. ഇത് ഫെമ കണക്കാക്കുന്നതിന്റെ ഏകദേശം ഇരട്ടിയാണ്. എന്നാൽ വീട്ടുടമകൾക്ക് വെള്ളപ്പൊക്ക ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല.
കൂടാതെ സാധ്യതയുള്ള ബാധിക്കപ്പെട്ട വീട്ടുടമകളിൽ 50% പേർക്ക് മാത്രമേ ഇത് വാങ്ങുന്നുള്ളൂ എന്ന് പോർട്ടറെ പോലുള്ള വിദഗ്ധർ പറയുന്നു. ഫസ്റ്റ് സ്ട്രീറ്റിന്റെ മോഡലുകൾ ഫെമയുടെ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവ തീവ്രമായ മഴയുടെ ഫലങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് ഫെമ കണക്കിലെടുക്കുന്നില്ല. ഫസ്റ്റ് സ്ട്രീറ്റ് കാലാവസ്ഥ മാറ്റ മോഡലുകൾ ഉപയോഗിച്ച് ഭാവിയിലെ മാറുന്ന അപകട സാധ്യതകൾ കൂടി കണക്കാക്കുന്നു. ഗ്വാഡാലൂപ്പ് നദി ജൂലൈ 4 ടെക്സാസിലെ ഹണ്ടിൽ 37.52 അടി എന്ന റെക്കോർഡ് ഉയരം കുറിച്ചതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഇത് 1932 ജൂലൈ 2 രേഖപ്പെടുത്തിയ 36.60 അടി എന്ന മുൻ റെക്കോർഡ് തകർത്തു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്ന് ഏകദേശം 6 മൈൽ അകലെയാണ് ഹണ്ട് സ്ഥിതി ചെയ്യുന്നത്. USGS പറയുന്നതനുസരിച്ച് ആഗേജ് ലൊക്കേഷനിൽ 32 അടിയിലോ അതിലധികമോ വെള്ളപ്പൊക്കം അപകടകരമായ ജീവൻ അപകടത്തിലാക്കുന്ന വെള്ളപ്പൊക്കത്തിന് കാരണമാകും. ഇത് നോർത്ത് സൗത്ത് ഫോർക്കുകളുടെ ഉറവിടം മുതൽ കംഫർട്ടിന് താഴെയുള്ള ഏറ്റവും താഴ്ന്ന ക്യാമ്പുകളിലേക്കും റിസോർട്ടുകളിലേക്കും വെള്ളം എത്തിക്കും. ടെക്സാസ് വെള്ളപ്പൊക്ക സമയത്ത് നാഷണൽ വെതർ സർവീസിന്റെ പ്രകടനത്തെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലൈൻ ലീവിറ്റ് ന്യായീകരിക്കുകയും ട്രംപിന്റെ സമീപകാല വെട്ടിക്കുറക്കലുകൾ ഏജൻസിക്ക് വെള്ളപ്പൊക്ക ഇരകൾക്ക് മുന്നറിയിപ്പുകൾ നേരത്തെ നൽകുന്നതിൽ തടസ്സമുണ്ടാക്കിയെന്ന് ആരോപിച്ച ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഈ തലമുറയിൽ ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് സെനറ്റർ ചക്ക് ഷൂമറും ചില മാധ്യമ പ്രവർത്തകരും പോലുള്ള ഡെമോക്രാറ്റുകൾ നിരവധി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടു. ലീവിറ്റ് തിങ്കളാഴ്ച റിപ്പോർട്ടർമാരുടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വെള്ളപ്പൊക്കത്തിന് പ്രസിഡന്റ് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത് ഒരു ദുഷിച്ച നുണയാണ്. ഈ ദേശീയ ദുഃഖത്തിന്റെ സമയത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ജൂലൈ 3 ജൂലൈ 4 രാവിലെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യവുമായ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും നൽകിയെന്ന് ലീവിറ്റ് ചൂണ്ടിക്കാട്ടി. ഫ്ലാഷ് ഫ്ലഡ് സാഹചര്യങ്ങൾ സംഭവിക്കുന്നതിന് 3 മണിക്കൂറിലധികം മുൻപ് ഏജൻസി പ്രാഥമിക ലീഡ് ടൈമുകൾ നൽകിയെന്നും അവർ പറഞ്ഞു. നാഷണൽ വെതർ സർവീസ് അതിന്റെ ജോലി ചെയ്തു, ലീവിറ്റ് വ്യക്തമാക്കി. അവർ കൃത്യമായ ഫ്ലാഷ് ഫ്ലഡ് അലേർട്ടുകൾ നൽകി. ഈ ദുരന്തത്തിലേക്ക് നയിച്ച സമയത്ത് റെക്കോർഡ് തകർക്കുന്ന ലീഡ് ടൈമുകൾ ഉണ്ടായിരുന്നു. നിലവിലുള്ള വെള്ളപ്പൊക്ക നിരീക്ഷണങ്ങളുമുണ്ട്. ഈ ഓഫീസുകളിൽ ജീവനക്കാരുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു ഓഫീസ് അമിതമായി ജീവനക്കാരുള്ളതായിരുന്നു. മധ്യ ടെക്സാസിലെ വിനാശകരവും മാരകവുമായ വെള്ളപ്പൊക്കത്തോടുള്ള പ്രതികരണത്തെ നാഷണൽ വെതർ സർവീസിലെ വെട്ടിക്കുറക്കലുകൾ ബാധിച്ചോ എന്ന് അന്വേഷിക്കാൻ സെനറ്റിലെ മുതിർന്ന ഡെമോക്രാറ്റ് തിങ്കളാഴ്ച ഒരു സർക്കാർ നിരീക്ഷകനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വെള്ളപ്പൊക്ക പ്രവചനത്തിൽ താമസങ്ങൾ, വീടുകൾ അല്ലെങ്കിൽ കൃത്യത കുറവ് എന്നിവയ്ക്ക് നാഷണൽ വെതർ സർവീസിന്റെ സാൻ അന്റോണിയോ ഓഫീസിലെ സ്റ്റാഫ് ഒഴിവുകൾ കാരണമായോ എന്ന് അന്വേഷിക്കാൻ സെനറ്റ് ഡെമോക്രാറ്റിക് ലീഡർ ഷുമർ ഡി ന്യൂയോർക്ക് തിങ്കളാഴ്ച കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിംഗ് ഇൻസ്പെക്ടർ ജനറലിനോട് ആവശ്യപ്പെട്ടു. കെയർ കൗണ്ടി ഉദ്യോഗസ്ഥരുമായുള്ള ഓഫീസിന്റെ ആശയവിനിമയം സൂക്ഷ്മമായി പരിശോധിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷൂമറിന്റെ കത്തിന് മറുപടി നൽകാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉടനടി പ്രതികരിച്ചില്ല. വെള്ളപ്പൊക്കത്തിന് മുൻപും ശേഷവും അതിന്റെ പ്രവചനങ്ങളെയും അടിയന്തര മാനേജ്മെന്റിനെയും ഞായറാഴ്ച ഒരു പ്രസ്താവനയിൽ അവർ ന്യായീകരിച്ചിരുന്നു. ടെക്സാസ് ഹിൽ കൺട്രിയിലെ വിനാശകരമായ വെള്ളപ്പൊക്കം നടന്നത് ഫ്ലാഷ് ഫ്ലഡ് അല്ലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. സാൻ ആന്റോണിയോ, ഡാളസ്, ഓസ്റ്റിൻ, വാക്കോ തുടങ്ങിയ സംസ്ഥാനത്തെ പ്രധാന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളും ഈ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഉൾപ്പെടുന്നുണ്ട്. തീവ്രമായ മഴ ലഭിക്കുമ്പോൾ വേഗത്തിലും രൂക്ഷവുമായ വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയ്ക്ക് പേരുകേട്ട ഈ പ്രദേശം രാജ്യത്ത് ഫ്ലാഷ് ഫ്ലഡ് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണെന്ന് കാലാവസ്ഥാ കൺസൾട്ടിംഗ് കമ്പനിയായ ബാലൻസ്ഡ് വെതറിന്റെ CEO അലൻ പറഞ്ഞു. ഗൾഫിൽ നിന്നുള്ള സമ്മർദ്ദവും ഈർപ്പുള്ളതുമായ വായു കുത്തനെയുള്ള കുന്നുകളിലൂടെ നീങ്ങുമ്പോൾ കനത്ത മഴയ്ക്ക് കാരണമാകും. ചരിത്രപരവും ചരിത്രാതീതവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഈ വിനാശകരമായ ഫ്ലാഷ് ഫ്ലഡിംഗ് ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു. വെള്ളപ്പൊക്കം തീർച്ചയായും അങ്ങേയറ്റം രൂക്ഷമായിരുന്നുവെങ്കിലും ചരിത്രപരമായി ഇത് അപ്രതീക്ഷിതമായിരുന്നില്ല. ദുരന്ത നിവാരണത്തെയും കാലാവസ്ഥാ മാറ്റത്തെയും കുറിച്ച് എഴുതിയ രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ റോജർ പിൽക്കെ ജൂനിയർ പറഞ്ഞു. ഫ്ലാഷ് ഫ്ലഡ് അല്ലിയിലെ തീവ്രമായ വെള്ളപ്പൊക്കത്തിന്റെ രേഖാമൂലമുള്ള രേഖകൾ പല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ഒരു ടെക്സാസ് പെൺകുട്ടിയുടെ സമ്മർ ക്യാമ്പിന്റെ ഡയറക്ടർ പ്രോഗ്രാമിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വ്യക്തി വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതിനു ശേഷം ഒരുമിച്ച് കണ്ടെത്തിയ ഇരട്ട സഹോദരിമാർ, ഹ്യൂസ്റ്റൺ മെട്രോപൊളിറ്റൻ പ്രദേശത്തെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ, ഒരു പ്രാദേശിക ഹൈസ്കൂൾ സോക്കർ കോച്ചും ഭാര്യയും എന്നിവരെല്ലാം ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയും വാരാന്ത്യത്തിലും മധ്യ ടെക്സാസിൽ നാശം വിതച്ച വെള്ളപ്പൊക്കത്തിൽ മരിച്ച ഡസൻ കണക്കിന് ആളുകളിൽ ഇവരും ഉൾപ്പെടുന്നു. സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞു. ഗ്വാഡാലൂപ്പ് നദിയുടെ അരികിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ക്യാമ്പായ
ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്നുള്ള 10 പെൺകുട്ടികളെയും ഒരു കൗൺസിലറെയും ഉൾപ്പെടെ കാണാതായി. സമ്മർ ക്യാമ്പ് ഡയറക്ടർമാർ, അധ്യാപകർ, മുത്തശ്ശിമാർ, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരെയെല്ലാം മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി പേർക്ക് വൈകിയെത്തിയ അടിയന്തര മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി കാണാതായവരെ കണ്ടെത്തി വീണ്ടെടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചുവെന്ന് ഒരു അവലോകനം നടത്തുമെന്ന് ക്രൂസ് അറിയിച്ചിട്ടുണ്ട്. നാഷണൽ വെതർ സർവീസ് പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ശേഷം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചതായി ക്രൂസ് പറഞ്ഞു. അലർട്ടുകൾ അറിയിച്ചപ്പോൾ പലരും ഉറങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാന വെള്ളപ്പൊക്കങ്ങൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടോ എന്നതിലായിരിക്കും അവലോകനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വെള്ളിയാഴ്ച വെള്ളപ്പൊക്കം അതിവേഗം ഉയർന്നപ്പോൾ ഇതൊരു വെല്ലുവിളിയായിരുന്നു. നമുക്ക് തിരിച്ചുപോയി വീണ്ടും ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ദുർബലരായവരെ, വെള്ളത്തിനടുത്തുള്ള ക്യാമ്പിനുകളിലെ കൊച്ചുകുട്ടികളെ, ആർവികളിലുള്ള ആളുകളെ ഞങ്ങൾ ഒഴിപ്പിക്കും, ക്രൂസ് വ്യക്തമാക്കി. അടുത്ത തവണ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ അത് എന്ത് സംഭവിച്ചുവെന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും. രക്ഷാപ്രവർത്തകർ കാണാതായവർക്കായി തിരച്ചിൽ നടത്തുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കണ്ടെത്തിയ ഇരകളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അധികൃതർ തിടുക്കത്തിലാണ്. ഞായറാഴ്ച വൈകുന്നേരം കെയർ കൗണ്ടി ഷെരീഫ് ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ 18 മുതിർന്നവരുടെയും 10 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഫ്യൂണൽ ഫോമിൽ ഉണ്ടെന്നും തിരിച്ചറിയുന്നുണ്ടെന്നും അറിയിച്ചു. ടെക്സാസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റിയിലെ കേണൽ ഹ്രീമാൻ മാർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ടെക്സാസ് റേഞ്ചേഴ്സ് കുടുംബാംഗങ്ങളിൽ നിന്നും മരിച്ചവരിൽ നിന്നും DNA ശേഖരിച്ച് ഡാളസിനടുത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സാസിലേക്ക് വിശകലനത്തിനായി അയക്കുന്നുണ്ട്. ഈ കുടുംബങ്ങൾക്ക് കുറച്ച് ആശ്വാസവും വിവരങ്ങളും ലഭിക്കുന്നതിന് ദിവസങ്ങൾക്കകമല്ല, മണിക്കൂറുകൾക്കകം തന്നെ വേഗതയേറിയ DNA ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുമെന്ന് മാർട്ടിൻ പറഞ്ഞു. ടെക്സാസിലെ മാരകമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതബാധിതരെ സഹായിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും വിവിധ സഹായ ഗ്രൂപ്പുകളും ലാഭരഹിത സ്ഥാപനങ്ങളും സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ ഓഫ് ദി ടെക്സാസ് ഹിൽ കൺട്രി ഒരു കെയർ കൗണ്ടി ഫ്ലഡ് റിലീഫ് ഫണ്ട് ആരംഭിച്ചു. ഇത് ഹണ്ട്, ഇൻഗ്രാം, കെർവില്ലെ, സെന്റർ പോയിന്റ്, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പരിശോധന സംഘടനകൾക്ക് സഹായം നൽകും. ക്രൗൺ ഹണ്ടിംഗ് വെബ്സൈറ്റായ ഗോഫണ്ട്മെയിൽ വെള്ളപ്പൊക്ക ഇരകളുമായും അവരുടെ കുടുംബങ്ങളുമായും ബന്ധപ്പെട്ട വെരിഫൈ ചെയ്ത ഫണ്ട് ശേഖരണത്തിനായി ഒരു അപ്ഡേറ്റ് ചെയ്ത പേജുണ്ട്. വേൾഡ് സെൻട്രൽ കിച്ചൺ, സർവേഷണൽ ആർമി തുടങ്ങിയ മറ്റ് സംഘടനകളും സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. സാൽവേഷൻ ആർമി ദുരന്ത മേഖലയിൽ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ഒരു മൊബൈൽ അടുക്കള സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെക്സാസ് ഹിൽ കൺട്രിയിൽ മാരകമായ വെള്ളപ്പൊക്കത്തിന് കാരണമായ കാലാവസ്ഥാ പാറ്റേണുകൾ നിരീക്ഷിച്ച കാലാവസ്ഥാ നിരീക്ഷകർക്കും ഹൈഡ്രോളജിസ്റ്റുകൾക്കും ഏറ്റവും അടിയന്തരമായ മുന്നറിയിപ്പുകൾ നൽകാൻ കഴിഞ്ഞത് വളരെ വൈകിയാണെന്ന് അഭിമുഖങ്ങളും ഉപദേശങ്ങളും വ്യക്തമാക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ ലഭിച്ചയുടൻ മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും പറഞ്ഞു. എന്നാൽ മലയോര പ്രദേശങ്ങളും ഫ്ലാഷ് ഫ്ലഡിംഗ് പ്രവചിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഗ്വാഡാലൂപ്പ് നദിക്കരയിലെ കമ്മ്യൂണിറ്റികളെ തത്സമയം പ്രവചിക്കാനും മുന്നറിയിപ്പ് നൽകാനും പ്രത്യേകിച്ച് വെല്ലുവിളിയായിരുന്നു. ഇത് ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു പ്രശ്നമാണ്. എങ്ങനെ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താം? ഫോർട്ട് വർത്തിലെ നാഷണൽ വെതർ സർവീസിന്റെ വെസ്റ്റ് ഗൾഫ് റിവർ ഫോർകാസ്റ്റ് സെന്ററിലെ ഹൈഡ്രോളജിസ്റ്റ് ഗ്രെഗ് വോളർ USA ടുഡേയോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രവചനം ഞങ്ങൾക്ക് നൽകാൻ കഴിയും. പക്ഷേ അത് വ്യക്തികളുടെ കൈകളിൽ എത്തിയില്ലെങ്കിൽ, അവർക്ക് മികച്ച തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിൽ ആ പ്രവചനത്തിന് വലിയ മൂല്യമില്ല.